നമ്മൾ പുറമോട്ട് നോക്കി ചോദിച്ച് അങ്ങനല്ല. നമ്മളൊരു സംസ്ഥാന സമ്മേളനം ഇപ്പോൾ ഒരു ഉപസഭയുടെ വാർഷികത്തിന് നടക്കുകയാണെങ്കിൽ ഞാനത് സമ്മതിച്ചു തരാം, കുഴപ്പമില്ല. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ ആകുമ്പോൾ പ്രീ പ്ലാൻഡ് ആയിരിക്കണം, അത് കൃത്യമായിരിക്കണം, ടൈം അഡ്ജസ്റ്റ് ചെയ്തായിരിക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയുമ്പോൾ ആരെയൊക്കെയാണ് അനുമോദിക്കേണ്ടത്, ആ അനുമോദിക്കേണ്ട ആൾക്കാരുടെ പേര് വിവരങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചതിനെ അനുമോദിക്കാത്തത് ഒരു പോരായ്മ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയാനുള്ള എനിക്ക് തോന്നുന്നു, ആലപ്പുഴ ജില്ലയ്ക്ക് സ്ഥലം അനുവദിച്ച അദ്ദേഹത്തെ അനുമോദിക്കുകയല്ല ചെയ്യേണ്ടത്, എൻ്റെ അനുമോദനമാണ് കൊടുത്തത്. അദ്ദേഹത്തിന് നന്ദിയാണ് രേഖപ്പെടുത്തേണ്ടത്. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സ്ഥലം അനുവദിച്ച് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നന്ദിയാണ് പറയേണ്ടത്. അല്ല അദ്ദേഹത്തിന് അനുവദിക്കുന്നതിന് അദ്ദേഹത്തിനെല്ലാം കിട്ടിയും നമ്മൾ എന്തെങ്കിലും കിട്ടുന്ന ആൾക്കാരെയാണ് അനുമോദിക്കേണ്ടത്. ഇപ്പോൾ അവരെ അനുമോദനത്തിലല്ല ഉൾപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായൊരു നന്ദി രേഖപ്പെടുത്തുകയായിരുന്നു ഈ സഭ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വേളി ഗ്രൂപ്പുകൾ പല ജില്ലകളിലുമുണ്ട്. പക്ഷെ അത്രയും മെച്ചമുള്ള രീതിയിൽ ഒരു വേലി ഗ്രൂപ്പ് യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള യോഗക്ഷേമ സഭയുടെ അംഗങ്ങൾക്ക് അത് വലിയ പ്രയോജനമായിരിക്കും. അതിനെക്കുറിച്ച് ശക്തമായിട്ട് ആലോചിക്കണം എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പ്രോഗ്രാം നോട്ടീസ് ഞാൻ കാസർഗോഡ് ജില്ലയുടെ പരിമിതികൾ ഈ കുറഞ്ഞ കാലയളവിൽ നല്ല രീതിയിൽ ഇങ്ങനൊരു സമ്മേളനം നടത്താൻ അവർ തയ്യാറായ അവരുടെ മനസ്സിനെ അങ്ങേറ്റം ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നും എൻ്റെ ജില്ലയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് ഈ